പരിശോധിച്ച് ചെയ്തോളൂ. പാർട്ടിക്കാർ എല്ലാത്തിന്റെ വാപ്പാരായ ഞാനും ചെയ്യാനും അത് നിങ്ങൾ വെച്ചാൽ ഒക്കെ സെപ്പറേറ്റ് ആൾക്കാരാണ് ഇതിനൊക്കെ വരുന്നത്. കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളത് മാറ്റി കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയനായി KSU മാറി. നിങ്ങൾ ബഹളം വെക്കണ്ട, നിങ്ങൾക്കൊന്നുമില്ല. ഞാൻ വരികയാണ്. ആ സൈറ്റ് പോയി നോക്കണം. വെറുതെ പോയിക്കാണ് നവകേരളം പറഞ്ഞ മുഖ്യമന്ത്രി വായിച്ചപ്പോ കൈകടിച്ച് പോകുന്നൊരു കാര്യമല്ല. എല്ലാ റാഗിന്റെ തലപ്പത്തും മയക്കുമത്തും SFI ആണ്. പിന്നെ പറയാക്കാൻ പറ്റുമോ? നമ്മളങ്ങനെ പറയാം. അവരാണ് കിലോ കണക്കിനാണ് സാർ അവരെ നിന്ന് പിടിക്കുന്നത്. ഏറനാട് MLA PK ബഷീർ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റുന്നാൽ പിന്നെ സഭ സജീവമാകും. ഭരണപക്ഷ നിരയിലേക്ക് നോക്കി പ്രസംഗമാരംഭിക്കുന്ന ബഷീർ തന്റെ സ്വതസിദ്ധമായ ഏറനാടൻ ഭാഷയിൽ പ്രകോപനത്തിന്റെ കൂരമ്പുകൾ എഴുത് അവിടെ നിന്നും ഒരു എതിരാളിയെ നിമിഷനേരം കൊണ്ട് സൃഷ്ടിച്ചെടുക്കും. പിന്നെ വാഗ്വാദവും വെല്ലുവിളികളുമായി സഭ ശബ്ദമുഖരിതമാകും. ഇത്തവണ ബഷീറിന്റെ ഇര SFI ആയിരുന്നു. കളമശ്ശേരിയിലെ ലഹരിവേട്ടയുമായി ബന്ധപ്പെടുത്തി SFIയെ പ്രതിക്കൂട്ടിൽ നിർത്താനായിരുന്നു ഇന്നത്തെ പ്രസംഗം. SFIയിലൂടെ കടന്നുവന്ന നിരവധി നേതാക്കളുള്ള ഭരണപക്ഷത്തു നിന്ന് ബഷീർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രതികരണങ്ങൾ ഉയർന്നു വന്നു. പിന്നെ സഭയിൽ നൌഷാദ് MLAയും PK ബഷീറും തമ്മിലായി പോരാട്ടം. ബഷീറിന്റെ പ്രകോപനത്തിൽ എന്നാൽ കാര്യമായ പരിക്കേറ്റത് KSUവിനായിരുന്നു എന്നതാണ് കൗതുകം. പിന്നെ സർ ട്രഷറിയിൽ വരുന്ന ബില്ലിന് ഫണ്ട് കൊടുക്കാതെ അതവിടെ വെച്ചത് പിന്നെ ക്യാരി ഓവറായിട്ട് എന്താ സർക്കാരും. പിന്നെ സർ നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് സർ. എന്താണ് സർ അതിൻ്റെ സ്ഥിതി? ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഒരു പ്രൊഫസറും ഒക്കെ ആണല്ലോ. അങ്ങനെയോട് ഞാൻ ചോദിക്കട്ടെ, കുട്ടികൾ ആരെങ്കിലും ഇവിടെ പഠിക്കുമോ? എന്തെങ്കിലും ഒരു രക്ഷിതാക്കളെ കുട്ടികളെ പുറത്തേക്ക് വിടും. കാരണം എന്താ? ഒരു വശത്ത് റാഗിങ്, മറുവശത്ത് മയക്കുമരുന്ന്, കഞ്ചാവ്, കള്ള്, പിന്നെന്താ, പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മറ്റുള്ള ചില സംഗതികൾ ഞാനത് പറയുന്നില്ല. പിന്നെ കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളുടെ സ്ഥിതി എന്താ? ഒക്കെ ക്രിമിനലുകളല്ലേ സാർ. ഞാൻ ചോദിക്കട്ടെ സാർ, റാഗിങ് നിരോധന നിയമം പാസ്സാക്കിയത് 1988 ആ 9 വർഷക്കാലം കൊണ്ട് നിങ്ങളവിടെ ഇരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മറുപടി അവസരം ഉണ്ടല്ലോ. നിങ്ങൾ ഇരിക്കും, നിങ്ങൾക്ക് മറുപടി അവസരം ഉണ്ടല്ലോ. മോൻ ചത്താലും വേണ്ടില്ല മരുമോളെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ളതുപോലെ എന്തിനും LDFനെയും CPMനെയും SFIയെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയാക്കി ഈ ലഹരിയെ തന്നെ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്താ പക്ഷെ യാഥാർത്ഥ്യം എന്താ? യാഥാർത്ഥ്യം ലഹരി ആരുടെ കൈകളിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്? രാഷ്ട്രീയമായി ചർച്ച ചെയ്താൽ നമുക്ക് കണക്കെടുക്കാം സാർ. യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരിൽ നിന്നുമാണ് വിപുലമായ തരത്തിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത്. അവരാണ് കിലോ കണക്കിനാണ് സാർ അവരെ നിന്ന് പിടിക്കുന്നത്. അതുപോലെ KSUവിന്റെ ജില്ലാ സെക്രട്ടറിയെ ജില്ലാ പ്രസിഡന്റ് തല്ലുന്നു. അദ്ദേഹം ലഹരി വിരുദ്ധ ജാഥയുടെ ക്യാപ്റ്റൻ. അദ്ദേഹം KSU പ്രസിഡന്റ് പരാതി കൊടുത്തത് മദ്യപിച്ച് മതോന്മത്തനായി എന്നെ തല്ലിയെന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി, ചെയ്തത് ജില്ലാ പ്രസിഡന്റ്. അതിനെ വെച്ച് ആ സംഘടനയെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളത് മാറ്റി കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയനായി KSU മാറി. അതുപോലെ സാർ 9 വർഷം കൊണ്ട് നിങ്ങൾ നവകേരളം സൃഷ്ടിച്ചപ്പോ നിങ്ങൾക്ക് സഹിഷ്ണുതല്ല, നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾക്കത് മനസ്സിലാക്കണം. നിങ്ങൾ ഒരാൾ പറയുമ്പോ അത് കേൾക്കണ്ടേ? മുഖ്യമന്ത്രി 2 മണിക്കൂർ പ്രസംഗിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും എണീക്കില്ലല്ലോ. നമ്മൾ പറയുമ്പോൾ എണീക്കണേ അവിടെ ഇരിക്കും. സർ ഞാൻ ചോദിക്കട്ടെ, റാഗിങ് കേസ് പുറത്തു വന്ന് നമുക്കറിയാം. ഇവിടെ പറഞ്ഞല്ലോ എന്റെ സുഹൃത്ത് മോശൻ പറഞ്ഞല്ലോ, നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ മുസ്ലിം എല്ലാ റാഗിങ്ങിന്റെ തലപ്പത്തും മയക്കുമരുന്നും SFI ആണ്. പിന്നെ പറയാക്കാൻ പറ്റുമോ? നമ്മളെങ്ങനെ പറയാക്കണത്? ഞാൻ ചോദിക്കട്ടെ സർ, റാഗിങ് കേസ് സർ സർക്കാർ സമയം തരണം. 285 പ്രകാരം ഒരു വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിലിപ്പോൾ ലഹരിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ SFI ആണോ KSU ആണോ MSF ആണോ എന്നുള്ളതല്ല പ്രശ്നം. ആ വിഷയം അതിൻ്റെയൊക്കെ രാഷ്ട്രീയ വേരുകൾ അന്വേഷിക്കാൻ പോയി ആ വിഷയത്തെ പരിഹരിക്കാൻ പറ്റില്ല. ഒരു വിദ്യാർത്ഥി സംഘടനയെ മോശമായി ചിത്രീകരിക്കുന്ന ആ പരാമർശം പരിശോധിച്ച് നീക്കം ചെയ്യും. എനിക്ക് പറയാൻ നാട്ടുകാർ കേട്ടിട്ടുണ്ട് മതി കേട്ടോ സാർ. ഇതിലെ സർക്കാർ കോളേജ് സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന പൂക്കോട് ഗവൺമെന്റ് വെറ്ററിനറി കോളേജ്, കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്, കാര്യവട്ടം കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, അങ്ങനെ ചെങ്കോട്ട പദവിയിലുള്ള എല്ലാ സർക്കാർ കോളേജുകളും
കുട്ടികളെ പഠിക്കാൻ വിടാൻ കൊള്ളാത്ത ഇടങ്ങളായി മാറിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ല, നിങ്ങളത് വായിക്കണം. സർ എന്തിന് ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, എന്തേ കാസർഗോഡ് ഉണ്ടായത്? കാസർഗോഡ് കോളേജിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അവിടുത്തെ ആക്ടിംഗ് പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോൾ അവരെല്ലാവരും ക്രൂശിച്ചില്ലേ? അവിടെ എല്ലാവരും ക്രൂശിച്ചില്ലേ? അപ്പം നിങ്ങളത് മനസ്സിലാക്കണ്ടേ? പിന്നെ ഇപ്പം നിങ്ങൾ പോവുകയാണ്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ് ഇത്. നിങ്ങളെ തരാറ് മാത്രമല്ല, ഒരുപാട് കാലത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു തരാറ് നിങ്ങളിപ്പം വന്നിട്ടുള്ളൂ. സാറില്ല, അത് വേറെ ആയിരുന്നു, പിന്നെ ഇപ്പം മന്ത്രി ആയതാണ്, സാറില്ല, അത് പോട്ടെ. പക്ഷെ അവിടെയല്ല പ്രശ്നം. നമ്മൾ ഇത് നന്നാണ്ട് കുട്ടികൾ കോളേജിൽ പഠിക്കണേ. ഇപ്പം നമ്മൾക്ക് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്ക് എന്തുണ്ടായത്? പിന്നെ ബഹുമാന സുമേഷ, ഞാൻ നിങ്ങളെ പറയണേ, നിങ്ങളെ പാർട്ടിക്കാർ എല്ലാത്തിൻ്റെ വാപ്പാരായ ഞാനും ചെയ്യാനാണ്. അത് നിങ്ങൾ വെച്ചാൽ ഒക്കെ SFIന്റെ ആൾക്കാരാണ് ഇതിലൊക്കെ വരുന്നത്. ഇതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരിക. അപ്പോൾ അതുകൊണ്ട് പറയാക്കാൻ പറ്റുമോ? സർ, ഒരു കാലഘട്ടത്തിൽ AKG ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ കൂടെ ഉള്ള തൊഴിലാളികളുടെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ജയിലിൽ നിന്നും സിഗരറ്റ് പാക്കലും അതുപോലെ തന്നെ കത്തും ഒക്കെ അയച്ച് നാട്ടിലെ ആളുകളോട് അവരുടെ വീട്ടിൽ അരി എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ CPMന്റെ സമുന്നതനായ നേതാവ് AKG. ഒരു മാസമായി സർ ഇവിടെ പാവപ്പെട്ട ആശാവർക്കർമാർ മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തു. തിരിഞ്ഞു നോക്കാത്ത നിങ്ങളാണോ CPM എന്നാണ്? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ യോജിച്ച പാർട്ടി കോർപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നല്ലാതെ നിങ്ങൾക്ക് ഇട്ട ഒരു പേര്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സർ, നിങ്ങൾ ബഹളം വെക്കണ്ട, നിങ്ങൾക്കൊന്നുമില്ല. ഞാൻ വരികയാണ്, സമയമല്ല. സർ, എനിക്ക് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയോട് പറയാനുണ്ട്. സർ, എക്സൈസ് വകുപ്പ് വേണം. കാരണം ഇവിടെ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ സ്റ്റാഫ് ഉണ്ടോ സർ? സ്റ്റാഫ് ഉണ്ടോ സർ? ഇന്ത് എക്സൈസ് വകുപ്പിൻ്റെ സ്ഥിതി എന്താ സർ? ഒരു ക്രൈംബ്രാഞ്ച് വിങ്ങുണ്ട് സർ. അതിലാകെ ഉള്ളത് എത്ര ആളാണ് സർ? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു സർ, 13 ആളാണ്. ഈ 13 ആളിൽ അതിൽ 3 ആളിൽ ആരാ? ഡ്രൈവർമാരാ. അപ്പം എത്ര ആൾ സർ സ്റ്റാഫ്? എങ്ങനെയാണ് സർ ഇവിടെ ഈ മയക്കുമരുന്ന് പിടിക്കുക? പിന്നെ കുറച്ച് കേസ് അന്വേഷിക്കും. പിന്നെ 10 ആളെ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ താലൂക്കിൽ സർക്കിൾ ഓഫീസ് ഉണ്ടോ? 8 പുതിയ താലൂക്ക് ഉണ്ടാക്കി, സർക്കിൾ ഓഫീസ് വന്നു. അപ്പോൾ വേണ്ടത്ര സ്റ്റാഫ് പാറ്റേൺ ധനകാര്യ വകുപ്പ് കൊടുക്കണം. പിന്നെ മന്ത്രി പറയേണ്ട കാര്യം ഞങ്ങൾ ഇതിൽ പറയണമെന്ന് വെച്ചാൽ ഇതിലൊരു പോസിറ്റീവായിട്ട് വെറുതെ കയറിക്കാണ്ട് വേണം വെക്കേണ്ട, വിഷയം പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ. നിങ്ങളോട് ഈ കാര്യം പറയാനുള്ളത് സർ. പിന്നെ സർ, ഡ്രൈവർമാരുടെ കുറവ് സർ നോക്കി സർ, 26 ഡ്രൈവർമാരുടെ കുറവുണ്ട് സർ. ആ സൈറ്റ് പോയി നോക്കണം. വെറുതെ പോയിക്കാണ്ട് നവകേരളം പറഞ്ഞ മുഖ്യമന്ത്രി വായിച്ചപ്പോൾ കൈകടിച്ച് പോന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഒരു 9 കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ട് നടക്കുന്നത്. ആ സർ, അതേപോലെ സർ, എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ ഡ്രൈവർമാരോ. പിന്നെ സർ, കെമു എന്ന് പറയുന്ന കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ഉണ്ട് സർ. അവിടെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ സ്ഥിരമുണ്ട് സർ? സർ, അവിടെ ഏതെങ്കിലും ജീവനക്കാരൻ സ്ഥിരമുണ്ടോ? സ്ഥിരമായിട്ടൊരു ജീവനക്കാരില്ല. അത് ഗൗരവമായി കാണും. ഇവിടെ ഇങ്ങനെ യോജിച്ച് പോകണം, പോലീസ് വേണം, എക്സൈസ് വേണം, രാഷ്ട്രീയ പാർട്ടിക്കാർ വേണം, MLA വേണം, മറ്റേ വേണം പറഞ്ഞെടുക്കല്ല, സ്റ്റാഫിനെ കൊടുക്കണം. അതിനുള്ള നടപടി അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പ്രിയപ്പെട്ട SC മൊയ്തീൻ പറഞ്ഞു ലൈഫ്. എന്താ ലൈഫിൻ്റെ സ്ഥിതി? നിങ്ങൾ പറയണത് 5,44,000 വീടുകൾക്ക് അനുമതി നൽകി. 4,31,000 ഭവനങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയായെന്നാണ് മന്ത്രി സഭയിൽ മറുപടി പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, എങ്ങ് നീങ്ങല്ലേ? 2024-25 സാമ്പത്തിക വർഷം 1,016 കോടി രൂപ ലൈഫിന് പകരുത്തി. അനുവദിച്ചതോ 580, ചെലവഴിച്ചതോ 449 കോടി. പിന്നെ എവിടെ നിങ്ങൾ ഈ കണക്ക് പറയണേ? നിങ്ങളങ്ങനെ കെട്ടി ആഘോഷിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ഫണ്ട് കൊടുക്കുന്നുണ്ടോ? അവസാന ഘട്ടത്തിൽ വന്ന കഴിഞ്ഞ പ്രാവശ്യം എന്താ ഉണ്ടായ സ്ഥിതി? ആദ്യം നിങ്ങൾ റോഡുകളുടെ മെയിൻസ് 3,648 കോടിയിൽ ആദ്യ ഗഡു 1,200 കോടി രൂപ ഏപ്രിലിൽ അനുവദിച്ചു. അത് രണ്ടാം ഗഡു ഈ നവംബറിൽ അയച്ചു. ട്രഷറി നിയന്ത്രണം ഇതുവരെ എടുത്തു കഴിഞ്ഞില്ല സർ. ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കും. ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കാൻ ട്രഷറിക്ക് മീൻസ് മറ്റേ ഓർഡർ പോകണ്ടേ? ഏതാ പോയത്? ഇപ്പം 100 കോടി രൂപ കാരുണ്യക്ക് അനുവദിച്ചു. ഇന്ന് വരെ ട്രഷറിയിൽ ആ കാരുണ്യൻ്റെ ഇൻഷുറൻസിൻ്റെ പണം കൊടുത്തിട്ടില്ല. ഇന്ന് വരെ കൊടുത്തില്ല. നിങ്ങളിങ്ങനെ പ്രഖ്യാപിക്കേണ്ടത് പൈസ കൊടുക്കണ്ടേ? അനുവദിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് പഞ്ചായത്തുകളുടെ സ്ഥിതി. പിന്നെ മെയിൻ്റനൻസ് പ്ലാനിനെ പറ്റി ബഹുമാനപ്പെട്ട SC മൊയ്തീൻ അദ്ദേഹം പറഞ്ഞതിന് ഞാൻ അതിനെ പിന്തുണക്കാണ് സർ. പഞ്ചായത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സർ. അതിന് ചെറിയൊരു ഭേദഗതി മന്ത്രിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇറക്കിയാലേ അവ കാര്യങ്ങൾ തീരും എന്നാണ് പറഞ്ഞത്. പിന്നെ സർ, ഈ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എന്താ സർ നിങ്ങൾക്ക് വിദേശ സർവകലാശാലയുടെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു സർ? ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഡോക്ടർ പുത്തൂർ റഹ്മാൻ സർ, അദ്ദേഹം ഒരു 2014 ഒരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു ഡോക്ടർ ശ്രീനിവാസൻ.
അന്ന് അയാൾ വിചാരിച്ചു എന്താ ഇവർക്ക് പറ്റി സാർ. അന്ന് അയാൾ ആ ലേഖനത്തിൽ പറഞ്ഞത് സാർ എന്താ പറയുന്നത്, ഇപ്പോഴുണ്ടായി ഇന്നിപ്പം അദ്ദേഹം ലേഖനം ഇരുമിനിയാണ്, ഇപ്പോഴുണ്ടായ നയങ്ങളിലെ മാറ്റം എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ നമുക്കൊരു പിടിയും കിട്ടില്ല. ഇപ്പറഞ്ഞ സ്വകാര്യ സർവകാശങ്ങൾ എന്തായാലും നയം മാറ്റിയിട്ടില്ല. ഇല്ലല്ലോ, വിദേശ സർവകാശങ്ങൾ നയം മാറ്റിയിട്ടില്ലല്ലോ, നിങ്ങളല്ലേ മാറ്റിയത്. പിന്നെ മാറിയതാര? CPM. അന്ന് അയാൾ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരും, കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ ഗുണഭോക്താക്കളാവുകയും ചെയ്യും. പുതിയതൊന്നും പഠിക്കാത്തവരും പഴയതൊന്നും കേൾക്കാത്തവരുമാണ് സഖാക്കൾ എന്നാണ് അദ്ദേഹം. എന്തോ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ പറ്റി ഓരോരുത്തർ ആളുകൾ എഴുതുമ്പോൾ നമുക്കെങ്ങനെ അന്തം വിടാം. ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ വളരെ ആവേശത്തിന് നിങ്ങളുണ്ടല്ലോ ഈ 4 വർഷ ഡിഗ്രി കോഴ്സ് എത്തിയല്ലോ, എന്തെങ്കിലും ഒരു മുന്നൊരുക്കം ഉണ്ടോ? മന്ത്രി മറുപടി പറഞ്ഞാൽ മതി, നിങ്ങൾ പറയണം, നമ്മളെ സംശയങ്ങൾ ദൂരീകരിച്ചു തരണം. ഞാനൊരു കോളേജ് നടത്തുന്നതിന് ജനറൽ സെക്രട്ടറി, അതോടെ ഞാൻ ചോദിക്കുന്നത്. ഈ 4-ാം വർഷ ഡിഗ്രി വിദ്യാഭ്യാസം സർ കേന്ദ്ര നയം ആദ്യം നടപ്പാക്കി അതിന്റെ 1-ാം സ്ഥാനം വാങ്ങിയത്. ഇവിടെ ചിലരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കോളേജ് നിങ്ങൾ വിഷയം സംസാരിക്കുന്നത് പ്രൊഫസറും ഒരു MLA തമ്മിലാണ്. പിന്നെ നിങ്ങൾ ഡിബേറ്റ് ആണ്. സർ ഞാൻ ചോദിക്കട്ടെ സർ, 1-ാം സെമസ്റ്റർ പരീക്ഷ, വരാൻ പോകുന്ന 2-ാം സെമസ്റ്റർ പരീക്ഷ എല്ലാം നടത്തുന്നതും മാർക്ക് കൊടുക്കുന്ന ആരാണ് സർ? ആ കോളേജിൽ തന്നെയാണ് സർ. പിന്നെ സർ ഈ ഇതിന് 4-ാം വർഷത്തെ സർ 4-ാം വർഷം എന്ത് പഠിപ്പിക്കും? 4-ാം വർഷത്തെ വർക്ക് ലോഡ് അംഗീകരിക്കുമ്പോൾ മന്ത്രിയുടെ യൂണിയനും എനിക്ക് പറയാനുള്ളത് ഈ ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ 1/2 മിനിറ്റ് സർ, ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രിയോട് സാർ, ആ സ്പോർട്സ് വകുപ്പിൽ കോട്ടയിൽ ആളുകൾക്ക് ജോലി കിട്ടുമ്പോൾ അതിന് കുറെ മാനദണ്ഡങ്ങൾ സർ. ഒന്ന് സാഫ് ഗെയിംസ് കളിക്കണം, അല്ലെങ്കിൽ ഒളിമ്പിക്സ് കളിക്കണം. അല്ലോ സർ, സന്തോഷ് പിന്നെ മറ്റൊരു കളിച്ച് പോയാല് നമ്മുടെ മനസ്സ് എടുത്തുള്ള പോലുള്ള ആളുകൾക്ക് അവർക്ക് മാനദണ്ഡം പറഞ്ഞ് അവരെ ഒഴിവാക്കി. നല്ല കളിക്കാരാണ്, യൂണിവേഴ്സിറ്റി കളിച്ചാലുണ്ട്, മറ്റേ നാഷണലിൽ പോയി കളിച്ചാലില്ല. അപ്പൊ അതിന് മാറ്റം